അടുത്ത പുരസ്കാരം എമർജിംഗ് ബിസിനസ്മാൻ ഉള്ളതാണ്. മലയാളിയുടെ രുചി അറിഞ്ഞു വിളമ്പി വിജയം കൈവരിച്ച ഒരു സംരംഭകൻ. പുട്ടെന്നാൽ അത് പൊൻകതിരാണ്. വെറും 1.5 പതിറ്റാണ്ടുകൊണ്ട് കേരളത്തിന്റെ അടുക്കള കീഴടക്കി പൊൻകതിർ ഫുഡ്സ്. മലയാളി ഓഫ് ദ ഇയർ 2025 എമർജിംഗ് ബിസിനസ്മാൻ ശ്രീ ബിജോയ് PR, മാനേജിംഗ് ഡയറക്ടർ പൊൻകതിർ ഫുഡ്സ്. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു ശ്രീ ബിജോയ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫോർ കമ്മിങ്. വെൽക്കം. പുട്ടെന്നാൽ അത് പൊൻകതിരാണ് അല്ലെ? പുട്ട് അതിന് തന്നെ നമ്മുടെ ഒരു മലയാളിത്തുള്ള കാര്യമാണല്ലോ, ആഹാരമാണ് പുട്ട്. എങ്ങനെ ഈ പുട്ടിന്റെ ഐഡിയ വന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ന്യൂസ് 8ന്റെ എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. പുട്ട് മലയാളിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോ അത് കൂടുതൽ എളുപ്പമായും സോഫ്റ്റായും ഉണ്ടാക്കാൻ നമ്മൾക്ക് ആ ഒരു ഫോർമുല, ഒരു ഗ്ലാസ് പുട്ട് കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു ഫോർമുല സഹായിച്ചത് കൊണ്ടാണ് പലപ്പോഴും അടുക്കളയിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടിയത്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരാൻ വന്നത്. അതായത് ഒരു ഗ്ലാസ് പുട്ടിന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. വളരെ കൃത്യമാണ് കേട്ടോ. അടുക്കളയിൽ വല്ലപ്പോഴും കയറുന്ന എനിക്കും ഇത് കൃത്യമായി തോന്നിയിട്ടുണ്ട്, അനുഭവം കൊണ്ട് പറയുന്നതാണ്. അത് പൊൻകതിറിന്റെ പുട്ടുപൊടിക്കേ പറ്റുള്ളൂ. ആണ്. ആ ഒരു ടാഗ്ലൈൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല. ആ ഒരു ഫോർമുലയിലേക്ക് വന്നത് എങ്ങനെയാണ്? എങ്ങനെ ആ ഒരു ഫോർമേഷൻ ആക്കി? അത് പുട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ വെള്ളം ചേർക്കണം, ഒന്നില് വെള്ളം കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അത് എന്തൊക്കെ പറഞ്ഞാലും കിച്ചണിൽ അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഒപ്പം ആ പ്രൊഡക്റ്റും ഇതിലേക്ക് എത്തിച്ചത്. അത് പരസ്യത്തിലൂടെ വന്നപ്പോ കുട്ടികൾ വരെ, ചെറിയ കുട്ടികൾ വരെ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയാൻ തുടങ്ങി. ഒരു യാത്രയിലേക്കൊന്ന് പോയാൽ എങ്ങനെയായിരുന്നു ഈ യാത്ര തുടങ്ങിയത് താങ്കൾ? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഡീഫൈബ്രിംഗ് യൂണിറ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം 2010 ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിന്റെ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നത്. ഇപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പായസം വരെ എത്തി. ഇപ്പൊ പുതിയതായിട്ട് നമ്മള് ഫ്രോസൺ ഐറ്റത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അടുക്കളയിൽ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ അധികം സമയം ലേഡീസ് കിച്ചണിൽ 2 തുടങ്ങി 3 മണിക്കൂർ വരെയാണ് സ്പെൻഡ് ചെയ്യണത്. ഫ്രോസൺ ഐറ്റംസ് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു 10 മിനിറ്റ് 20 മിനിറ്റിലേക്ക് ചുരുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. എൽദോയ്ക്ക് മനസ്സിലായോ? മലയാളിയുടെ എല്ലാ വീക്ക്നെസ്സും അറിഞ്ഞ ആളാണ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീ ബിജോയ് PR. വളരെ സന്തോഷവും സ്നേഹം ഈ വേദിയിലെത്തി ഞങ്ങൾ ആദരം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നത്. Thank you so much. Thank you so much. Thank you. Please.